എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് കേട്ടോ. ഞാൻ ഇന്ന് നേരത്തെ എണീറ്റില്ല, കാരണം അറിയാം നല്ല തണുപ്പാണ്. ഞാൻ അതുകൊണ്ട് നടക്കാൻ പോലൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തു. അപ്പം താമസിച്ച് എണീറ്റതുകൊണ്ട് തന്നെ എലിക്കുട്ടിയമ്മ നേരത്തെ പോയി. അപ്പോൾ എന്താണ് കഴിക്കാനുള്ളത് ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ രാവിലത്തേക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ ചൂടോടെ ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ കാപ്പിയൊന്നും ഉണ്ടാക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. ഇന്നലെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകേണ്ടത് നല്ല ഒന്നാന്തരം കറിയാണ് കേട്ടോ. എന്താണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരെ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 4 സവാള, ഒരു തക്കാളി, 2 വെളുത്തുള്ളി, ഇഞ്ചി ഇല്ലായിരുന്നു അപ്പോൾ ഇഞ്ചിയും വേണം കേട്ടോ. കുറച്ച് കറിവേപ്പില കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കഴുകാനായിട്ട്. നമുക്കിത് കഴുകി നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ജോലിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് പോകാത്തത്, അതോ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, എനിക്ക് കിട്ടാത്തതുകൊണ്ടല്ല, കിട്ടിയിരുന്നു. പക്ഷെ എനിക്കന്ന് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ അന്ന് വീണ ശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ വാരിയലിന് നീർക്കെട്ട് കയറി എനിക്ക് ഒട്ടും പറ്റിയതായിരുന്നു, എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആ സമയം പോകാത്തത്. പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ പോകാത്തത്. എന്തായാലും ഇപ്രാവശ്യം കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കിട്ടിയാൽ എന്തായാലും പോവും. പിന്നെ എന്തായാലും ജനുവരി ഫസ്റ്റോടു കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് നമുക്ക് കറിക്ക് ആവശ്യമുള്ള 4 സവാള, അതുപോലെ ഒരു തക്കാളി എടുത്തതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരല്ലി വെളുത്തുള്ളി, ആ വെളുത്തുള്ളി ഇച്ചിരി വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ. പിന്നെ അതേ കറിവേപ്പില, ഇഞ്ചി ആവശ്യമാണ് കേട്ടോ, പക്ഷേ ഇഞ്ചി ഇല്ലായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കോട്ടിങ്ങൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള വേഗം വരണ്ട് വരാൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിനി വരട്ടി കൊടുക്കാം. ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി, കറിവേപ്പില ഇട്ടേക്കാം. നന്നായിട്ട് ഇളക്കാം. ആവശ്യമായിട്ടുള്ള മസാലകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഇത് ഒരുവിധം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് അപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആയിട്ട് ഇളക്കി കൊടുക്കാം. ഒത്തിരി മസാലയുടെ ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് അതൊന്ന് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ പറ്റി വരുന്നുണ്ട്.
ഇതിങ്ങനെ ചാറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ചാറായിട്ട് എടുക്കാതെ കുറച്ച് പറ്റിച്ച് എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരിയോടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി സെറ്റാവും അപ്പോഴത്തേക്കും കറി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. ഞാൻ ആദ്യം സവാള വരട്ടിയപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിടാം. ഇത്രയും ഉപ്പെടുത്തിട്ടുണ്ട്, അതിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നന്നായിട്ട് പറ്റി വരട്ടെ. അത് ഇത്രയും പറ്റിയിട്ടുണ്ട്, നമുക്കിത് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചൂടാം. അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. പാത്രം വെച്ച് മൂടി വെക്കാം. നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു കറിയാണ് കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം കൂടെ ശേഷം നമുക്ക് കഴിക്കാം. നമ്മുടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ അപ്പം തുറന്ന് നോക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് അടുത്തതിടാം. അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ചുറ്റിച്ചേർക്കാം. നന്നായിട്ട് ചുറ്റിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ അപ്പവും ചുട്ട് കറിയും ആയിട്ടുണ്ട്. ഇത് ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. കഴിച്ചിട്ട് അഭിപ്രായം പറയാതെ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അദ്ദേഹം അപ്പം എടുത്തിട്ടുണ്ട്, കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കറി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീരാം. പിന്നെ ടേസ്റ്റുമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും വീട്ടിൽ ഈ ഉള്ളിക്കറി സംഭവം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം കഴിക്കട്ടെ. കഴിച്ചിട്ട് അഭിപ്രായം പറയാവേ. അടിപൊളിയാണ്. ശരിക്കും കൊല്ലത്തമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അമ്മയാണ് ഇങ്ങനെ ഉണ്ടാക്കി തരല്. സൂപ്പർ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ, ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.